friends, Assalamu alaikum. It's me Jishana. So welcome to Jisha Shafiqi vlog. So ഇന്ന് നമ്മളുള്ളത് കോട്ടൂരുള്ള എലിഫൻറ്റ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിലാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ ഫുൾ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളായിരിക്കും, ഇവിടുത്തെ കാഴ്ചകളായിരിക്കും നിങ്ങളെ കാണിക്കുന്നത്. നല്ല ഇടിയൊക്കെ വെട്ടുന്നുണ്ട്. സോ വീഡിയോ കണ്ടുനോക്കാം. സോ ഇതാട്ടോ ഇതിൻ്റെ എൻട്രൻസ്. ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കാനായിട്ട്. അപ്പോൾ ഇവിടുത്തെ ചാർജ് ഒരാൾക്ക് 40 രൂപയാണ്, പെർ ഹെഡ് 40. ഞങ്ങൾ 5 പേർക്ക് 200 ആണ്. സോ ഞങ്ങളിതാ നടക്കുകയാണ്. അപ്പം ഇതൊക്കെ കോട്ടേജാണ് തോന്നുന്നത്, ഇവിടുത്തെ സ്റ്റാഫ്സിന് താമസിക്കാനായിട്ടുള്ള. സോ അപ്പം വളരെ തിരക്ക് കുറവാണ് കേട്ടോ നമ്മുടെ ഈ എലിഫൻറ്റ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ. ഭയങ്കര ആൾക്കാർ കുറവാണ്. കൊറോണയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര കാമായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. 2-3 ആനകളെ കാണാൻ പറ്റും ഉള്ളിലോട്ട് ആണ്ടവരാന. അല്ലാതെ ഉള്ളിലോട്ട് ആനേനെ കാണാനായിട്ട് വിടത്തില്ല അവർ. ഇപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് ഇവിടെ ഫുള്ളൊരു കയറ് കെട്ടിയിട്ടിട്ടുണ്ട് അങ്ങോട്ട് കയറാണ്ടിരിക്കാനായിട്ടും. സോ നമ്മളിങ്ങനെ നടക്കുകയാണ്. നമ്മൾ വന്നപ്പോൾ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മഴയൊക്കെ കുറഞ്ഞ് ആനേനെ കുളിപ്പിക്കുന്നത് ത്വരയിൽ നോക്കിക്കൊണ്ടിരിക്കുക. ആനേനെയും കാണാനില്ല, പാപ്പാനെയും കാണാനില്ല. അവിടെ ബോട്ടൊക്കെ കിടക്കണമൊക്കെ എല്ലാം ഇപ്പോൾ കൊറോണ ഒക്കെ ആയതുകൊണ്ട് ഒന്നും വർക്കിംഗ് അല്ല. എല്ലാത്തിലും വെള്ളമൊക്കെ കെട്ടി ഫുള്ളാകപ്പാട് കുളമായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ആനേനെ കുളിപ്പിക്കാനായിട്ട് 2 മണിക്കോ 3 മണിക്കോ എത്ര മണിക്കാ 3 മണിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു രക്ഷയില്ലാത്ത പ്ലേസാണ് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്ഥലമാണിത്. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള അടിപൊളി സ്ഥലം. ആർക്കെങ്കിലും ടെൻഷൻ ആണെങ്കിൽ പോയി നിൽക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നല്ല കിളികളുടെ സൗണ്ട് ഉണ്ട്. ഒക്കെ നല്ല രസമാണ്. നമുക്കിവിടെ നിന്നാൽ ചെറിയ ചെറിയ ഫിഷിനെ കാണാൻ പറ്റും. ഉള്ളിലോട്ടൊക്കെ വലിയ വലിയ മീനുണ്ടെന്നാണ് കേട്ടോ കേട്ടെ. പക്ഷെ നമുക്കിപ്പോൾ ചെറിയ ചെറിയ മീനൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മളതൊക്കെ കണ്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഞങ്ങൾ പോയത് ശരിക്കും ഒരു 2 o'clock ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ഞങ്ങളവിടെ എത്തിയതും. ഭയങ്കര രസമാണ്. അപ്പം പോകാൻ പറ്റുന്ന ആൾക്കാരൊക്കെ പോയി വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. ഇവിടുത്തെ വാട്ടർ നോക്കി ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണ്. നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ എന്നൊക്കെ പറയത്തില്ല, അതുപോലെ ക്ലിയറാണ്. നമ്മുടെ നെയ്യാർ ഡാമിൻ്റെ ഒരു ഭാഗം കൂടിയാണിത്.
പ്രകൃതിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇവിടെ വന്ന് നിൽക്കാനും കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. കാരണം അത്ര ബ്യൂട്ടിഫുള്ളാണ്. നിങ്ങൾക്ക് ആ കിളികളുടെ സൗണ്ടും ആ നിശബ്ദതയൊക്കെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര ബ്യൂട്ടിഫുള്ളാണ് ഈ ഒരു പ്ലേസ് എന്ന്. ഭയങ്കര രസമാണ്. വാപ്പ ഒന്ന് കണ്ടിട്ട് ഒരു ഹായ്. അങ്ങ് നിൽക്കുകയാണ് കണ്ടോ. നല്ല ഇടിവെട്ടുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് വയസ്സായ ആനയെന്ന് തോന്നുന്നു. അതിൻ്റെ ബാക്കിലോട്ടൊക്കെ ആനകളുണ്ട് കേട്ടോ. പക്ഷേ അതിൻ്റെ ബാക്കിലോട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പം വിടത്തില്ല അത് അങ്ങോട്ട്. ആനയായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന പാപ്പ. ഹലോ. ആ പാപ്പ കായുന്നു. പാപ്പ ഹലോ. ഹായ്. ആ പൊങ്ങ് ഇഷ്ടായില്ല. ഇവിടെ ചങ്ങാടത്തിന് 30 മിനിറ്റിന് എല്ലാം 30 മിനിറ്റ്സ് ആട്ടോ. അതിന് ഒരാൾക്ക് 100 രൂപ. ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ബബിൾ ബോട്ട്, കുട്ടവഞ്ചി, വള്ളം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം എല്ലാം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കാറ് കൊറോണയുടെ ഇത് കാരണം. പെഡൽ ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇപ്പോൾ ഒന്നും വർക്കിംഗ് അല്ല, ഫുൾ ക്ലോസ് ചെയ്തിരിക്കാറ് കൊറോണയുടെ ഇത് കാരണം. നല്ലൊരു ക്ലൈമറ്റ് അല്ലേ ഇവിടെ. ഞാനും വാപ്പ ഇവിടുത്തെ ബോട്ടിൻ്റെ റേറ്റും കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നപ്പം ബാക്കിൽ നിന്ന് കുറച്ച് ആൾക്കാർ വരുന്നതായിട്ട് തോന്നി. തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് ആശാമാർ വരുന്നത് കണ്ടത്. വേണ്ട കുട്ടി ആനകളെ കുളിപ്പിക്കാനായിട്ട് കൊണ്ടുവരിക. സോ ആണ്ടെ വരുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ആനനെ കുളിപ്പിക്കാനായിട്ട് കൊണ്ടുപോവാ. എനിക്ക് നടക്കത്ത മതി. അയ്യോ ക്യൂട്ടായിട്ടുണ്ട് ഇയാള്. എനിക്ക് എഡ്ജൊന്ന് തരും, വീഡിയോ എടുക്കട്ടെ. ഓ വെള്ളം കണ്ടപ്പോൾ സന്തോഷമായി.
കളിക്കാം. വെൽക്കം പോണൊക്കെ അച്ചടാ ഓടി വരിക. നല്ല രസമല്ലേ? അയ്യോ നല്ല രസമുണ്ട്. ഹലോ ഹലോ അതാണ്ട് വരുന്നു. അയ്യോടാ വിളിച്ചാ പോകുന്നുണ്ടോ അനുസരണമുള്ള പിള്ളേർ. എല്ലാരും വന്നു ലൈനായിട്ട് ഊണ് നോക്കുമ്പോ ആനേനെ കുളിപ്പിക്കുന്നതൊക്കെ കണ്ടല്ലോ, നല്ല രസമുണ്ട്. ഇതൊന്ന് കാണാനായിട്ട് ഭയങ്കര ഭംഗിയുണ്ട്. വിളിച്ചതുപോലെ പോകുന്നൊക്കെ അടിപൊളിയായിരുന്നു. ഇവിടെ വരുന്ന ആൾക്കാർ ലഞ്ചൊക്കെ കഴിച്ചിട്ട് വന്നാൽ നിങ്ങൾക്ക് ഈ ഒരു ടൈമിലൊക്കെ നിൽക്കും. നമ്മൾ ലഞ്ചൊന്നും കഴിക്കാണ്ട വീട്ടിൽ നിന്ന് ഇറങ്ങി. അതുകൊണ്ട് ഞങ്ങൾ പോവാണ് തിരിയാൻ. നല്ല രസമുണ്ട് കേട്ടോ ഈ സ്ഥലം. സോ പറഞ്ഞ ആൾക്കാർ ശ്രദ്ധിക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ 2:30 കുട്ടികളെ കുളിപ്പിക്കും, കുട്ടി ആനകളെ കുളിപ്പിക്കും. 3:30 വലിയ ആനകളെ കുളിപ്പിക്കും. അപ്പം നിങ്ങൾ വരുമ്പോൾ കുറച്ച് ലഞ്ചൊക്കെ കഴിച്ചിട്ട് വരണമെങ്കിൽ കറക്റ്റ് ടൈമായിരിക്കും. അപ്പോൾ ഞങ്ങൾ ലഞ്ചൊന്നും കഴിക്കാണ്ട് വന്നുകൊണ്ട് ഞങ്ങൾ തിരികെ പോവുകയാണ്. സോ കുളിപ്പിച്ച ആനകളെ അവിടെ കൊണ്ടുപോയിട്ടുണ്ട്, കാണിച്ചാൽ ഞങ്ങൾ ഫുഡ് കൊടുക്കാൻ എന്തോ ആണെന്ന് തോന്നുന്നു. നല്ല സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ 40 ആണ് പെർ പേഴ്സണിന്, അഡൾട്ടിന്. പൗഡർ ഇട്ടോ അവിടെ നിന്ന് കുളിച്ചിട്ട് ഇവിടെ വന്നിട്ട് പൗഡർ ഇടണോ? മണ്ണ് അരി മൊത്തമായിട്ട്.
കുട്ടിയാണ് ആള്. പൗഡർ ഇട്ടത്, കുളിച്ചിട്ട് പൗഡർ ഇട്ടത്. കറുപ്പ് അറിയാതിരിക്കാൻ വേണ്ടി അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ വരണവരേക്കും ബൈ.